പക്ഷെ എൻ്റെ ഗൈസ് ഇത് നോക്കിയത് ഒരു വേസ്റ്റ് ബാസ്കറ്റിനകത്തൊരു ചവറ് പോലും കാണാനില്ല. മൗലിനോങ് വില്ലേജിൽ വന്നിട്ട് ഞാൻ വേസ്റ്റ് തപ്പി നടക്കുകയാണ്. ഇവിടെ 500 രൂപ ഇവിടെ റോഡിലിട്ടിട്ട് എങ്ങനെ ഉണ്ടെന്ന് നോക്കട്ടെ. ഗൈസ് സത്യം പറഞ്ഞാൽ ഞാൻ നോക്കിക്കൊണ്ട് നിൽക്കുന്നത് വേസ്റ്റ് എടുക്കാതിരിക്കുകയും പൈസ എടുക്കുകയും ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടോ എന്ന് അറിയണം. എൻ്റെ 500 രൂപ അല്ല കാറിൻ്റെ ടയറിൽ ഒട്ടിയിരുന്ന് കഴിഞ്ഞാൽ ഞാൻ തേഞ്ഞ് ഗൈസ്. സബ്ജി 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 I am doing a social experiment. I am a YouTuber. I putting this amount in. Waste ആദ്യം കിടച്ചിരുന്ന എടുക്കുമാ വേസ്റ്റ് ഇതാ. ഓക്കെ താങ്ക് യു. ഹലോ ഗൈസ്, ഞാനിപ്പോൾ ഉള്ളത് മേഘാലയയിലെ മൗലിനോങ് വില്ലേജിൻ്റെ ഉള്ളിലാണ്. ഇവിടെയാണ് ഏഷ്യയിലെ ക്ലീനസ്റ്റ് വില്ലേജ് എന്നാണ് അറിയപ്പെടുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇവിടെ എന്താണ് നമ്മുടെ നട റോഡിൽ നടന്നു പോകുന്ന വഴിക്ക് ചവർ എന്തെങ്കിലും ഇട്ട് കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും പീപ്പിൾ റിയാക്ട് ചെയ്യുന്നത് നമുക്ക് നോക്കാം. അല്ലെങ്കിൽ ആ ചവറെടുത്ത് മാറ്റവും ഇല്ല എന്നുള്ള കാര്യങ്ങൾ നമുക്ക് നോക്കാം. പിന്നെ അങ്ങനെ ഒന്നുണ്ട് കാര്യങ്ങൾ എന്തായാലും ഈ വീഡിയോയിലൂടെ ഞാൻ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. ഇതാണ് വേസ്റ്റ് ബാസ്കറ്റ് എടുക്കുന്നുണ്ടെന്ന് നമുക്ക് നോക്കാം. ഓ അതിനകത്ത് വേസ്റ്റ് ബാസ്ക്കറ്റിനകത്ത് പോലും ഒരു ചവറില്ല കേസിന്. അടുത്ത അപ്പുറത്തൊരു വേസ്റ്റ് ബാസ്ക്കറ്റ് കാണുന്നുണ്ട്, അവിടെ കൂടെ നോക്കിയിട്ട് വരാം. ചവറൊന്ന് അന്വേഷിച്ച് നടക്കേണ്ട അവസ്ഥയാണല്ലോ ഇവിടെ വന്നിട്ട്. വേസ്റ്റ് ബാസ്ക്കറ്റിനകത്തുള്ള ചവറ് പോലും ഇവർ ക്ലിയർ ചെയ്യുന്നുണ്ട് എത്രയും പെട്ടെന്ന്. കണ്ടോ നല്ലൊരു സ്ഥലം. പക്ഷെ എൻ്റെ ഗൈസ് ഇത് നോക്കിയത് ഒരു വേസ്റ്റ് ബാസ്ക്കറ്റിനകത്തൊരു ചവറ് പോലും കാണാനില്ല. അതുവരെ അവർ തിന്ന് തീർക്കുമോ എനിക്കറിഞ്ഞൂടാ. ഇനി വേസ്റ്റ് തപ്പി നടക്കണമല്ലോ. ഞാൻ വന്നപ്പോഴേ കുറച്ച് പേപ്പറോ വേസ്റ്റ് എന്തെങ്കിലും എടുത്തുകൊണ്ട് വന്നാൽ മതിയായിരുന്നു. മൗലിനോങ് വില്ലേജിൽ വന്നിട്ട് ഞാൻ വേസ്റ്റ് തപ്പി നടക്കുകയാണ്. ഇവിടെ വേസ്റ്റ് ബാസ്ക്കറ്റിനകത്ത് പോലും കാണാനില്ല ഒരു വേസ്റ്റ് പോലും. ഇങ്ങനെ അടുത്തൊരു വേസ്റ്റ് ബാസ്ക്കറ്റ് കിട്ടിയതാ. ഇതിനകത്ത് വേസ്റ്റ് കിടപ്പുണ്ട്, 1-2 കിടപ്പുണ്ട് കണ്ടില്ലേ. അപ്പോൾ ഇതിനകത്ത് ഈ ഒരു പ്ലാസ്റ്റിക് കവറിങ് എടുത്തിട്ട് അപ്പുറത്ത് കുറച്ച് ആൾക്കാരുള്ള സ്ഥലമുണ്ട്, അവിടെ പോയിട്ട് ആ റോഡിൽ പോയിട്ട് അവിടെ ഒന്ന് ഇട്ട് നോക്കാം. ഇവിടെ ഒരു വേസ്റ്റ് ബാസ്ക്കറ്റ് ഉണ്ട്, ഇവിടെ ഒരു ഇരിപ്പിടമുണ്ട്. ഞാനിവിടെ എവിടെയെങ്കിലും റെസ്റ്റ് എടുക്കാം. ഇവിടെ എവിടെയെങ്കിലും വേസ്റ്റ് ഇട്ടിട്ട് നമുക്ക് നോക്കാം, ഇവിടെ ഇരുന്ന് നോക്കാം ആരെങ്കിലുമൊക്കെ വരണവർ ആ വേസ്റ്റ് എടുത്ത് മാറ്റുമോ എന്നുള്ള കാര്യം. അതുപോലെ വേറൊരു പരീക്ഷണം കൂടെ ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. വേറൊന്നുമല്ല, റോഡിൽ വേസ്റ്റ് എന്തായാലും ആൾക്കാർ ചിലപ്പോൾ കണ്ടില്ല എന്നൊക്കെ പോവും. 500 രൂപ ഇവിടെ റോഡിലിട്ടിട്ട് എങ്ങനെ ഉണ്ടെന്ന് നോക്കട്ടെ. ഗൈസ് നമുക്ക് എന്തായാലും വേസ്റ്റ് ഇത് ഇവിടെ ഇടാം. ഇവിടെ ഞാനൊരു പ്ലാസ്റ്റിക് കവർ ഇട്ടിട്ടുണ്ട്, 500 രൂപ ഇവിടെ ഇട്ടിട്ടുണ്ട് കണ്ടില്ലേ. എന്നിട്ട് ഞാൻ ഇവിടെ വെയിറ്റ് ചെയ്യണം കേട്ടോ. ഇവിടെ റെസ്റ്റ് എടുക്കാം. ആരെങ്കിലും വരുന്നുണ്ടോ ഇവിടെ നിന്നും അവിടെ നിന്നും ആരെങ്കിലുമൊക്കെ വരുന്നുണ്ടോ? അതാ ഇവിടെ വേസ്റ്റ് ബാസ്ക്കറ്റ് ഇവിടെ ഉണ്ട്, അവരത് എടുത്ത് വേസ്റ്റിലിടുമോ എന്ന് നോക്കണം. അതായത് ഒരു പുള്ളിക്കാരൻ നടന്നു വരുന്നുണ്ട്, എന്താണെന്ന് അറിയില്ല. നമുക്ക് പുള്ളിക്കാരൻ എടുക്കുന്നുണ്ടെന്ന് നോക്കട്ടെ. വേസ്റ്റ് കണ്ടപ്പോൾ തന്നെ പുള്ളിക്കാരൻ എടുത്തു. അത് ബൈജി it's mine. Yeah, don't mind. It's a please give it. I put that in the road. I put always in the road. Oh no. To see the people, how the people reacts. Okay. Thank you. You are a very good person. Okay. Thank you. ഓക്കെ ഗൈസ്, ആദ്യത്തെ പുള്ളിക്കാരൻ തന്നെ കണ്ടില്ലേ, ഇവിടെയുള്ള ആളാണെന്ന് തോന്നുന്നുണ്ട്. പുള്ളിക്കാരൻ എടുത്തിട്ട് എനിക്ക് ഞാൻ ചോദിച്ചിട്ടോടും തിരിച്ച് തന്നില്ല. ആദ്യത്തെ പുള്ളിക്കാരൻ തന്നെ ഉണ്ട്, അവർ എടുത്തിട്ട് വേസ്റ്റ് എടുത്തിട്ടു. സംഭവം കൊള്ളാം. പിന്നെ പുറത്തുനിന്നുള്ള ആൾക്കാരെ അധികം കാണുന്നില്ല, അവരെയാണ് ഞാൻ പ്രതീക്ഷിച്ചിരുന്നത്. പുറത്തുനിന്ന് വരുന്ന ആൾക്കാർ എങ്ങനെ റിയാക്ട് ചെയ്യും. ഇപ്പോൾ ഞാൻ എന്തായാലും പൈസ ഇടുന്നില്ല, പൈസ ഇപ്പോൾ വയ്ക്കുന്നില്ല. ഇത് മാത്രം ഇട്ട് നോക്കാം. കൊച്ചു കുട്ടികൾ വരുന്നുണ്ട്, നമുക്ക് നോക്കട്ടെ. കൊച്ചു കുട്ടികളോട് നടന്നു വരുന്നുണ്ട്, അവരെങ്ങനെ റിയാക്ട് ചെയ്യാൻ നോക്കട്ടെ ഈ ഒരു വേസ്റ്റ് കാണുമ്പോൾ. കുഞ്ഞു പിള്ളേരാണ്. ഓ ഇല്ല ഗൈസ്, ഇവരൊരു 4 വയസ്സോളം തോന്നിക്കുന്ന കുഞ്ഞു പിള്ളേരാണ്. ഇവർ അതിൻ്റെ പുറത്തൂടെയൊക്കെ ചവിട്ടിയിട്ടാണ് പോയത്, പക്ഷെ അവർ അതെടുത്തില്ല. ഗൈസ് ഇപ്പോൾ ഒരു കൂട്ടം ആൾക്കാരൊക്കെ വരുന്നുണ്ട് ഇങ്ങോട്ട്. അപ്പോൾ ഞാനെന്തായാലും നമ്മുടെ പരീക്ഷണം ഒന്നുകൂടെ ചെയ്ത് നോക്കാൻ പോവാണ്. ഇവിടെ വേസ്റ്റ് ബാസ്ക്കറ്റ് ഉണ്ട്, ഇവിടെ പയ്യെ വേസ്റ്റ് ഇടാണ്. വേസ്റ്റ് ഇട്ടു, ഇനി ആരെല്ലാം എടുക്കുമെന്ന് നോക്കട്ടെ. പുട്ടിങ് ദാറ്റ് ഫോർ എ സോഷ്യൽ എക്സ്പെരിമെൻറ്റ്. ഐ എം ഫ്രം യൂട്യൂബ്. ഓക്കെ, താങ്ക് യു. യു ആർ എ വെരി നൈസ് പേഴ്സൺ. ഓക്കെ, താങ്ക് യു. ബൈ. ഈ ഭയ്യ ഞാൻ ഇവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിന് ഇടയ്ക്ക് ഈ ഭയ്യ വന്നിട്ട് വേസ്റ്റ് എടുത്തു കേട്ടോ. പിന്നെ ഞാൻ പുള്ളിയുടെ വാങ്ങിച്ചു കേട്ടോ. പുള്ളിക്കാരൻ ഇവിടെ ഉള്ളതാണ്. ആ പുള്ളിക്കാരൻ എന്താ ഇവിടെ കിടന്നൊരു മുട്ടായുടെ കവറും എടുത്തത് ആ വേസ്റ്റിലിട്ടിട്ടുണ്ട്. കാരണം ഇവിടെ ഉള്ള ആൾക്കാരൊക്കെ ഭയങ്കര റെസ്പോൺസിബിളാണ് കേട്ടോ ഈ കാര്യത്തിൽ. ഭയങ്കര അലർട്ടാണ്. അവരൊക്കെ എപ്പോഴും കാണുമ്പോൾ ചെറിയൊരു മുട്ടായിക്കവർ കണ്ടാൽ പോലും അത് എടുക്കാനായിട്ടുള്ള ഒരു മൈൻഡ് അവർക്കുണ്ട്. ഞാൻ കൂടുതൽ പുറത്തുനിന്ന് വരുന്ന ടൂറിസ്റ്റിനാണ് ഞാനിപ്പോൾ ഫോക്കസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ എനിക്ക് പറയാനുള്ളൊരു കാര്യം, നമ്മൾ
നമ്മുടെ കൊച്ചു മക്കൾക്ക് ഒരു ചെറിയൊരു മുട്ടായി കവർ വാങ്ങിച്ചാൽ പോലും അത് തറയിലിടാതെ പോക്കറ്റിനകത്തേന് വയ്ക്കുക, അല്ലെങ്കിൽ എവിടെയെങ്കിലും വേസ്റ്റ് കാണുന്ന സമയത്ത് അവിടെ കൃത്യമായിട്ട് വേസ്റ്റ് ഡിസ്പോസ് ചെയ്യാനായിട്ടുള്ള കാര്യങ്ങൾ നമ്മളിപ്പോഴേ പഠിപ്പിച്ചു കൊടുക്കുക. ഇത് എനിക്ക് നിങ്ങളോട് പ്രത്യേകമായിട്ട് പറയാനുള്ള ഒരു റിക്വസ്റ്റാണ്. കാരണം ഞാനിവിടെ വന്നപ്പോൾ മനസ്സിലാക്കിയ കാര്യം അതാണ്. ഇവിടെയുള്ള ഓരോ ആൾക്കാരും വേസ്റ്റ് എന്ന് പറയുമ്പോൾ തന്നെ അതിനെ അതിനെ കണ്ടിട്ട് കാണാത്ത പോലെ പോകുന്ന ആൾക്കാരൊന്നും അല്ല. ചെറുതിലേ അത് പഠിപ്പിക്കേണ്ട ആവശ്യം വളരെ വലുതാണ്. ഞാനവിടെ വീണ്ടും പ്ലാസ്റ്റിക് കവർ ഇട്ടിട്ടുണ്ട്. ടൂറിസ്റ്റുകളെ നോക്കി നിൽക്കുമ്പോൾ ആരും കാണില്ല. ഇപ്പോൾ ഇത് ഇവിടുത്തെ ആളാണ്, പുള്ളിക്കാരൻ താഴേക്ക് നോക്കാതെ കേട്ടോ പോയത്, കണ്ടില്ല കേട്ടോ. പൈസ ഞാൻ അവിടെ ഇട്ടിട്ടുണ്ട്, അതിൻ്റെ അപ്പുറത്ത് വേസ്റ്റ് ഇട്ടിട്ടുണ്ട്. ഒരു കൂട്ടി ആൾക്കാർ വരുന്നുണ്ട്, കണ്ടില്ല അവർ വേസ്റ്റ്. കൊച്ച് കണ്ടു, കൊച്ച് വേസ്റ്റ് എടുക്കുന്നില്ലെന്ന് അറിയില്ല, നോക്കട്ടെ. വേസ്റ്റ് കണ്ടു, എടുത്തില്ല, ആരും എടുക്കുന്നില്ല. 500 rupees കണ്ടു, പക്ഷെ എടുക്കുന്നില്ല. റുപ്പീസും കണ്ടു കേട്ടോ, പക്ഷെ എടുക്കുന്നില്ല, എന്താണെന്ന് അറിയില്ല. വേസ് നമുക്ക് ഉണ്ടോ എന്താണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഉണ്ടോ മിക്കവാറും കണ്ടു, ഞാൻ നിൽക്കുന്നതുകൊണ്ടാണെന്ന് അറിഞ്ഞൂടാ അവരെടുക്കാത്തത്. കണ്ടോ? ഓക്കെ ഫൈൻ. You see the 500 rupees note and also waste. I am putting that for a social experiment. Who would like to take it to the basket? I am looking for that, but nobody taken the waste. Also the 500 also. Okay. Nobody, no worries. No, she said it's a Yeah. I already noticed. She saying it. What he's saying, you should have picked it and thrown it. Yeah. No worries. नाम बता दो, आप भी ऐड कर देंगे. Yeah. Okay. My name is Lijin. I am from Kerala. And my YouTube channel name is Exotic Beast. प्लीज Yeah, this is my YouTube channel name. देखो, सब्सक्राइब कर देंगे उसके चैनल को. हम हरियाणा से आए जी. Sabji. Wait. Yeah, I am doing a social experiment. I am a YouTuber. I putting this amount in. Your name. I am from Tamil Nadu. Yeah. Tell me, what is it? Okay. I'm just making videos. अपनी धुन में. You recorded whatever we. Yeah. I recorded already. Waste ആദ്യം കിടച്ചിരുന്ന എടുക്കുമാ. Waste ഇതാ കിടച്ചിരുന്ന എടുക്കുമാ. കണ്ടിപ്പോ എടുക്കാതാ? I didn't see that. Okay, I know. What is this? Okay, no worries. Okay, thank you. ഇവര് ഹരിയാന കേട്ടോ വരുന്നത്. ഞാനിപ്പോൾ സോഷ്യൽ എക്സ്പെരിമെൻറ്റ് ജസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇവർക്കത് ഇഷ്ടപ്പെട്ടു, കൊള്ളാമെന്ന് പറഞ്ഞു. പക്ഷേ ഇവരതിൽ വേസ്റ്റ് എടുക്കുന്നതിന് മുമ്പ് വേറെ ആളൊന്ന് എടുത്തു കഴിഞ്ഞു കേട്ടോ. വെരി നൈസ് ടു മീറ്റ് യു. ഓക്കെ, താങ്ക് യു. ബൈ ജി. ഇതാ വരുന്നുണ്ട് കേസ്. ഞാൻ ആദ്യം വേസ്റ്റ് ഇട്ടിട്ടുണ്ട്. വേസ്റ്റിൻ്റെ അടുത്തോട്ട് അവർ പാസ് ചെയ്തു, എടുത്തില്ല. 500 രൂപ അവർ കണ്ടു, എടുത്തില്ല. ആരും വേസ്റ്റ് കാണുന്നില്ല, എല്ലാവരും മേളിലോട്ട് നോക്കിയിട്ടാണ് പോണത്. അവർ കൊച്ചു കണ്ടു, പക്ഷേ അനങ്ങുന്നില്ല. പൈസ ആരും കാണുന്നില്ല. നമ്മളവിടെ നിൽക്കുന്നുണ്ടായിരിക്കും ചിലപ്പോൾ ഒരുപക്ഷെ ഇവരാരും എടുക്കാത്തത്. എന്തായാലും നമുക്ക് നോക്കാം. അവർ വേസ്റ്റ് കണ്ടു, എടുത്തില്ല. പൈസ കണ്ടില്ല എന്ന് തോന്നുന്നുണ്ട്. ഗൈസ് ഇതെല്ലാം കണ്ടുകൊണ്ട് മുകളിൽ ഒരാളുണ്ടാവുമെന്ന് പറയുന്ന പോലെ പയ്യൻ എല്ലാം കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ആ പയ്യനും കണ്ടില്ല, ആരും കണ്ടില്ല വേസ്റ്റ്. പക്ഷേ ഇവിടെയുള്ള ആൾക്കാർ, ഇവിടെ തന്നെ താമസിക്കുന്ന 2 പേര്, ആദ്യം കണ്ട 2 പേര് അപ്പം തന്നെ എടുത്തു കേട്ടോ. അതിൽ വലിയ കാര്യം. പക്ഷേ ടൂറിസ്റ്റുകൾ ആരും ഒന്നും ശ്രദ്ധിക്കുന്നില്ല. ഇതുവരെ ഒരാൾ മാത്രമേ എടുത്തിട്ടുള്ളൂ. അതാ പയ്യൻ വേസ്റ്റ് എടുക്കാൻ വേണ്ടി പോവാണ് കേട്ടോ. പയ്യൻ വേസ്റ്റ് എടുത്തു. I am the one putting that waste there. I am putting a social experiment. Okay, fine. കാരണം അടുത്ത ആൾക്കാർ ബാക്കിൽ നിന്ന് വരുന്നുണ്ട്. അപ്പോൾ അതൊന്നുകൂടെ അവിടെ ഇട്ടിട്ട് ഞാൻ തിരിച്ചതാ വീണ്ടും വന്നിട്ടുണ്ട് ഗൈസ്. സത്യം പറഞ്ഞാൽ ഞാൻ നോക്കിക്കൊണ്ട് നിൽക്കുന്നത് വേസ്റ്റ് എടുക്കാതിരിക്കുകയും പൈസ എടുക്കുകയും ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടോ എന്ന് അറിയണം. അതാണ് എനിക്കറിയേണ്ടത്. പൈസ ആരും കണ്ടില്ല, വേസ്റ്റും കണ്ടില്ല. എല്ലാവരും മാനത്തോട്ട് ഈ ഒരു ബാമ്പൂവിലാണ് നോക്കുന്നത്. ഇത്രയും പേരുടെ ഇടയിൽ വേസ്റ്റും പൈസയും അങ്ങോട്ട് ഇടന്നിട്ട് ആരും ശ്രദ്ധിക്കുന്നില്ല ഗൈസ്. എൻ്റെ 500 രൂപ അല്ല കാറിൻ്റെ ടയറിൽ ഒട്ടിയിരുന്ന് കഴിഞ്ഞാൽ ഞാൻ തേഞ്ഞ് ഗൈസ്. എനിക്കറിഞ്ഞൂടാ. അവർ കണ്ടില്ല, പൈസയും കണ്ടില്ല. ഇവർക്കാർക്കും പൈസയുടെ ഒന്നും ആവശ്യമില്ലെന്ന് തോന്നുന്നു. പൈസയൊന്നും ശ്രദ്ധിക്കാനേ പോകുന്നില്ല പുള്ളിക്കാരൻ. പൈസയുടെ പുറത്തോടെ ചവിട്ടിയൊക്കെ നടക്കണം, എന്നിട്ടും കണ്ടില്ല. നമുക്ക് എന്തായാലും പോകാം ഗൈസ്. ഇവരാരും എടുക്കുന്നുമില്ല, കാണുന്നുമില്ല. ആകെ പ്രതീക്ഷിതമായി ഈ ചേച്ചിയിലാണ്. ഇവരെങ്കിലും ഇനിയും കാണുമെന്ന് നോക്കട്ടെ. ആർക്കും ഒന്നും വേണ്ടെന്നുണ്ട്. വേസ്റ്റ് കണ്ട് എല്ലാവരും വേസ്റ്റ് കാണുന്നുണ്ട്. വേസ്റ്റിൻ്റെ അടുത്തൂടെ തന്നെ പാസ് ചെയ്യുന്നത്. പക്ഷെ ആരും ഡോക്യുമെൻ്ററി ഞാനൊരു പരീക്ഷണം നടത്തിക്കൊണ്ടിരിക്കുന്നു. ഇവിടെ ഒരുത്തരും വേസ്റ്റും വേണ്ട, പൈസയും വേണ്ട. ഇങ്ങനെയൊക്കെ ഡോക്യുമെൻ്ററി പോലും.
എത്ര ആൾക്കാർ ഇവിടെ ഇപ്പം നിൽക്കുന്നുണ്ട് കേസുണ്ട്. ഇത്ര ആൾക്കാർ ഇവിടെ നിന്നിട്ട് ആരും വേസ്റ്റും കാണുന്നില്ല, പൈസയും വേണ്ട, എന്താണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഇതാണ്ടാ ആ ചേച്ചി ഇതവിടെ വേസ്റ്റ് കണ്ടു. കം 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 ഐ ആം പുട്ടിങ് ദാറ്റ് വേസ്റ്റ്. കുഴപ്പമില്ല, നോൺ വറി. Thank you. I am looking for a social experiment. Okay, thank you. ഇവർ കണ്ടു, പക്ഷെ ആരും എടുത്തില്ല കേട്ടോ പൈസ. ഞാനിവിടെ ഫ്രണ്ടിൽ ക്യാമറ വെച്ചുകൊണ്ട് നിൽക്കുന്നതുകൊണ്ടായിരിക്കാം. അപ്പോൾ നമ്മളും അങ്ങനെയല്ലേ, ഞാനൊക്കെ ഉറപ്പായിട്ട് എടുക്കും. അപ്പോൾ ഗൈസ്, നമ്മുടെ മൗലിനോങ് വില്ലേജിലുള്ളവർക്ക് പൈസ വേണ്ട, ടൂറിസ്റ്റുകൾക്ക് ഇത് രണ്ടും വേണ്ട. അതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ എന്തായാലും നല്ല അടിപൊളി വീഡിയോ ആയിരുന്നു കേട്ടോ. അപ്പോൾ ഈ വീഡിയോ ഞാൻ എന്തായാലും ഇവിടെ ചേർത്തുകയാണ്. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. മേഘാലയയിലെ മറ്റു വിശേഷങ്ങളായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതിലേക്ക് ബൈ ഫ്രം എക്സോട്ടിക് ബീസ്റ്റ്.